മാസപ്പടി കേസിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ യുവമോർച്ചയുടെ പ്രതിഷേധം ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. അതിലേക്ക് പ്രശാന്ത, സെക്രട്ടേറിയറ്റിൽ പടിക്കൽ ആശാമാരുടെ സമരം നടക്കുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യുവമോർച്ച പ്രതിഷേധം നടത്തുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ തലസ്ഥാന നഗരി സാക്ഷിയാകുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വിഷ്ണു, ശക്തമായ രീതിയിൽ യുവമോർച്ചയുടെ സമരം ആരംഭിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് സമരക്കാർക്ക് നേരെ. പുളിമൂട് ജംഗ്ഷനിൽ നിന്നാണ് യുവമോർച്ച തിരുവനന്തപുരം സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് ആരംഭിച്ചത്. മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥാനത്ത് തുടരുവാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി കൊടി ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടക്കുന്നത്. പുളിമൂട് ജംഗ്ഷനിൽ നിന്നാണ് സമരം ആരംഭിച്ചത്, മാർച്ച് ആരംഭിച്ചത്. തിരുവനന്തപുരം സിറ്റിയുടെ നേതൃത്വത്തിലാണ്, BJPയുടെ സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത്. ശക്തമായ രീതിയിൽ സമരം നടക്കുകയാണ്. പോലീസ് ആദ്യഘട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. ഈ പ്രതിഷേധക്കാർ ബാരിക്കേഡിന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ശക്തമായ രീതിയിൽ ഉള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. മാസപ്പടി കേസിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സമരം ശക്തമാകുന്നത്, പ്രതിഷേധം ശക്തമാകുന്നത്. സംസ്ഥാന വ്യാപകമായി യുവമോർച്ച പ്രതിഷേധിക്കുന്നുണ്ട്. പലയിടങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ശക്തമാണ്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മാർച്ചായി എത്തുകയും സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. വലിയ പോലീസ് സന്നാഹവും ഈ സമരക്കാരെ പ്രതിരോധിക്കുവാനായി ഈ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ബാരിക്കേഡിന് മുന്നിലെത്തിയ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ശക്തമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ്, മാസപ്പടി കേസിൽ ആ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമാകുന്നത്. യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. തിരുവനന്തപുരം പുളിമൂട് GPO ജംഗ്ഷനിൽ നിന്നാണ് ഈ പ്രതിഷേധം ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടർന്നു. രണ്ടാം വട്ടം ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പ്രതിഷേധിക്കുന്ന പ്രവർത്തകർക്ക് നേരെ രണ്ടാം വട്ട ജലപീരങ്കി പ്രയോഗിക്കുന്നു. ശക്തമായി തന്നെ പ്രതിഷേധം തുടരുന്നൊരു സാഹചര്യമാണ്. യുവമോർച്ചയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യമാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസവും പ്രതിഷേധം നടന്നത് BJPയുടെ നേതൃത്വത്തിൽ BJP സിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ശക്തമാക്കിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബാരിക്കേഡിന് മുന്നിലും മുകളിലുമായി പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊന്നുമില്ല എന്നൊരാവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ശക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ നേരത്തെ പലതവണ മുഖ്യമന്ത്രി സ്വന്തം മകളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. മാത്രമല്ല നിയമസഭയിലടക്കം PV ഞാനല്ല എന്നതടക്കമുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളും നമ്മൾ കണ്ടതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ വന്ന കേസാണ്. അതുമായി ബന്ധപ്പെട്ട നിരവധി തവണ ഇത്തരത്തിൽ ഈ
കേസിലേക്ക് അന്വേഷണം പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ SFIയുടെ അന്വേഷണവും വന്നിരുന്നു. ഇപ്പോൾ MG റോഡ് ഉപരോധിക്കുന്ന കാഴ്ചയാണ് പ്രവർത്തകർ. മാർച്ചിന് പിന്നാലെ പ്രവർത്തകർ MG റോഡിന് മുന്നിലേക്ക് എത്തുകയും അവിടെ കിടന്നുകൊണ്ട് പ്രതിരോധിക്കുകയാണ്. പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ. ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ ഇപ്പോൾ MG റോഡിലേക്ക് എത്തുകയും MG റോഡിൽ ഇരുന്നു കൊണ്ടും കുത്തിയിരുന്നും കിടന്നും പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ശക്തമായ രീതിയിൽ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി, മാസക്കപ്പടി കേസിൽ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ഇപ്പോഴും പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണു. ആ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ച ഇത്തരത്തിലുള്ള ഒരു സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 9 വർഷക്കാലമായി നിരവധി അഴിമതി കഥകളാണ് പിണറായി വിജയനെതിരെ ഈ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്തായിരുന്നാലും ശരി, അതുപോലെ തന്നെ മാസപ്പടി കേസായിരുന്നാലും ശരി, എല്ലാ തരത്തിലുമുള്ള അഴിമതികൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് എല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിൽക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാം, വളരെ ചർച്ചയായതാണ് കേരളത്തിൽ. അതിനും നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയന്റെ ഓഫീസാണ്. ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിൽ ഒരു അഴിമതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുന്നത് ഭാരത ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മക്കൾക്കും മരുമക്കൾക്കും വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ അഴിമതി കാണിച്ച് വാങ്ങിക്കൂട്ടുകയാണ്. അവർക്കറിയാം, ഇനി ഒരിക്കലും കേരളത്തിൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ CPIM-ന്റെ ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകില്ല. പോകുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ അത്രത്തോളം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിണറായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സംഭവിച്ചതുപോലെ കേരളത്തിലും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ CPIM എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ അസ്തമിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി വരുന്ന 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള തുക ഈ കേരളത്തിൽ നിന്നും കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയനും കുടുംബവും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള സമരമായി മുന്നോട്ട് പോകുന്നത്. CMRL ഇത്തരത്തിലുള്ള അഴിമതി നടക്കുന്നു എന്ന് ക്രൈംബ്രാഞ്ചും കേരളത്തിലെ വിവിധ ഏജൻസികളൊക്കെ അന്വേഷിച്ച് ഇതൊന്നും കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ SFIO എന്ന് പറയുന്ന കമ്പനികാര് തലത്തിൽ നടക്കുന്ന വൻ അഴിമതി കണ്ടെത്തുന്നതിനുള്ള ആ SFIO കണ്ടെത്തിയിരിക്കുന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അഴിമതി കാണിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഈ CMRL കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. അതിന്റെ രേഖകളുണ്ട്. വ്യാജ കമ്പനികൾ രൂപീകരിച്ച് എക്സാലോജിക് എന്ന് പറയുന്ന വ്യാജ കമ്പനി രൂപീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് വീണ വിജയൻ ഈ കമ്മീഷൻ വാങ്ങിച്ചിരിക്കുന്നത് CMRL കമ്പനിയിൽ നിന്നും. അതിനെതിരെയാണ് ഇന്ന് SFIO പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഇതിൽ പ്രതിയാണെന്ന് കണക്കാക്കിക്കൊണ്ട് അവരെ പ്രതിയാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. പിണറായി വിജയനും കുടുംബത്തിനും നാണമുണ്ടെങ്കിൽ ഈ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് ഭാരതീയ ജനതാ യുവമോർച്ച ആവശ്യപ്പെടുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ അതിശക്തമായി മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നടത്തിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രശാന്താണ് വിശദമായ റിപ്പോർട്ടുകളും നൽകിയത്.